ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹാഫ് kg കേക്കിനെല്ലാം ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനും ചോക്ലേറ്റ് കേക്കിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഡ്രൈ ആയ ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അളന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഞാൻ 240 ml മെഷറിംഗ് കപ്പിൻ്റെ ഹാഫ് കപ്പിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് മൈദ ഫില്ല് ചെയ്യാം. ഇതാ ഞാനിവിടെ ബാക്കി വരുന്ന ഭാഗത്ത് മൈദ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ അരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ച് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു പ്രാവശ്യം അരിച്ചെടുത്ത് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഡ്രൈ ആയ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് ഒരു ബീറ്റർ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലോ ലോ സ്പീഡിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ട് മുട്ട ഇതുപോലെ പതഞ്ഞു വരുന്ന ടൈം ആകുമ്പോഴേക്കും ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റി വേണം ചേർത്ത് കൊടുക്കാൻ. കൂടാതെ പൊടിക്കാത്ത പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ നേരിയ തരിയുള്ള പഞ്ചസാര എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വലിയ തരിയുള്ള പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ മുട്ട ബീറ്റായി വരുമ്പോഴേക്കും പഞ്ചസാര ചില ടൈമിൽ അലിഞ്ഞു കിട്ടണമെന്നില്ല. അപ്പോൾ പൊടിച്ച പഞ്ചസാര തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാ ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര മെഷർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പഞ്ചസാര ഒരുമിച്ചിട്ട് കൊടുക്കണ്ട, കുറച്ചായി ചേർത്ത് കൊടുത്ത് മുട്ട നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് മുട്ട നല്ല ഓഫ് വൈറ്റ് കളറാവുന്നത് വരെ ബീറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ പഞ്ചസാരയൊക്കെ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ യെല്ലോ കളറൊക്കെ മാറി നല്ല ഓഫ് വൈറ്റ് കളറായി വരണം. കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും റൂം ടെമ്പറേച്ചറിലുള്ളതാവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് 1-2 മണിക്കൂർ മുന്നേ എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഇതാ എഗ്ഗൊക്കെ നല്ല ഓഫ് വൈറ്റ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലേവർലെസ് ആയ ഓയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. കോക്കനട്ട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് ലോ സ്പീഡിലിട്ട് ഒരു 20-30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് കൂടുതൽ സമയം ബീറ്റ് ചെയ്താൽ പൊങ്ങി വന്ന എഗ്ഗൊക്കെ താഴ്ന്നു പോകും. മുട്ടയായിട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഞാനൊരു അരിപ്പയിലൂടെ അരിച്ചാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുട്ടയിലേക്ക് മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ പൊങ്ങി വന്ന എഗ്ഗിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വളരെ സാവധാനം മാത്രമേ വീഴുകയുള്ളൂ. ഇനി ഒരു വിസ്കോ സ്പാച്ചുലയോ ഉപയോഗിച്ച് വളരെ മെല്ലെ കട്ടകളൊന്നും കൂടാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ കുത്തി ഇളക്കുകയൊന്നും ചെയ്യാതെ വളരെ മെല്ലെ വേണം ഫ്ലോർ മിക്സ് ചെയ്തെടുക്കാൻ.
പൊങ്ങി വന്ന എഗ്ഗൊക്കെ താഴ്ന്നു പോകാതെ ശ്രദ്ധിച്ച് ഫ്ലോർ മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഹൈറ്റോട് കൂടിയ സ്പഞ്ച് ലഭിക്കും. മിക്സ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പാലും ഫ്ലോറും ആൾട്ടർനേറ്റ് ആയിട്ടാണ് ചേർക്കേണ്ടത്. ആദ്യം ഫ്ലോറ്, പിന്നെ പാല്, പിന്നെ ഫ്ലോറ്, അങ്ങനെ ലാസ്റ്റ് ഫ്ലോറ് മിക്സ് ചെയ്ത് കൊടുത്തു വേണം മിക്സിങ് അവസാനിപ്പിക്കുവാൻ. ഫ്ലോർ ഇവിടെ 1/2 കപ്പ് മാത്രമുള്ളത് കാരണം ഞാൻ 2 പ്രാവശ്യമായിട്ട് മാത്രമേ ഫ്ലോർ മിക്സ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ഫ്ലോറിൽ നിന്ന് പകുതി ഫ്ലോർ ആദ്യം മിക്സ് ചെയ്തു. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പാല് മുഴുവനായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തു. പാല് മിക്സ് ആയി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള ഫ്ലോർ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സാവധാനം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ കട്ടകളൊന്നും കൂടാതെ ഞാൻ നല്ല രീതിയിൽ ഫ്ലോർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഒന്നുകൂടി നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതിനിടയിൽ ഫ്ലോർ എങ്ങാൻ ബൗളിനടിയിൽ മിക്സ് ആവാതെ കിടക്കുന്നതുണ്ടെങ്കിൽ അതുകൂടി നന്നായി മിക്സായി കിട്ടാനാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ച് ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബേക്കിംഗ് ടിന്ന് അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കാരണം ഞാൻ ബട്ടർ പേപ്പർ ടിന്നിൻ്റെ സൈഡിൽ വയ്ക്കുന്നില്ല. ബാറ്റർ മുഴുവനായി ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂണ് വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം എയർ ബബിൾസ് ഒക്കെ പോവാനായിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓവനിൽ വെച്ചാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 160 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ ഒരു അലുമിനിയം ചെമ്പ് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് കേക്ക് ലഭിക്കും. അങ്ങനെ കേക്കൊക്കെ ഇവിടെ നല്ല രീതിയിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്ക് കുറച്ചൊന്ന് തണുത്തപ്പോൾ ഞാൻ കേക്ക് ടിന്നിൽ നിന്നും കേക്കിനെ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ നല്ല സ്പോഞ്ചി കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റും കിട്ടിയിട്ടുണ്ട്. വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല സ്പഞ്ച് ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.